ജീവിതം ദൈവം തന്ന ദാനമാണ്. ആ ദാനം ദൈവത്തിൻ്റെ മഹത്വത്തിനായി സ്വയം സമർപ്പിക്കുക. കത്തോലിക്ക സന്യാസ ജീവിതത്തിൻ്റെ ആദർശമാണത്. ഈ ആദർശം ജീവിതത്തിൽ പകർത്തിയ സമർപ്പിതരെ സ്നേഹത്തോടുകൂടി അവതരിപ്പിക്കുന്ന മനോഹരമായ വേദിയാണ് ഗുഡ്നസ് ടിവിയുടെ സ്നേഹം, സഹനം, സന്യാസം എന്ന ഈ സമർപ്പിത ജീവിത സംഗമവേദി. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സ്നേഹം, സഹനം, സന്യാസം എന്ന മനോഹരമായ ഈ സംവാദവേദിയിൽ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിസ്റ്റർ സെലിൻ വാഴേക്കാട് SD നമ്മോട് സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം സിസ്റ്റർ സെലിൻ വാഴേക്കാട്. സിസ്റ്റർ സെലിൻ വാഴേക്കാട്ട് SD മലപ്പുറം ജില്ലയിലെ മാനന്തവാടി രൂപതയിലെ വാഴേക്കാട്ടിൽ ഭവനത്തിൽ പരേതനായ അലക്സാണ്ടറിന്റെയും ത്രേസ്യായുടെയും മൂത്ത മകൾ. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം എന്നാണല്ലോ വചനം പറയുന്നത്. ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവത്തെ സേവിക്കാനുള്ള ഏറ്റവും ഉത്തമ മാർഗമാണ് സന്യാസ ജീവിതം എന്ന് വിശ്വസിച്ച് സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് കോൺഗ്രിഗേഷനിൽ അംഗമായി MA, B.Ed, ടീച്ചിങ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെപ്ത്, സൈക്കോളജി തുടങ്ങിയ മേഖലകളിൽ വിദ്യാഭ്യാസം നേടിയ സിസ്റ്റർ സെലിന് സ്നേഹം, സഹനം, സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സിസ്റ്റർ സെലിൻ, എങ്ങനെയാണ് ഈ സന്യാസ സഭയുടെ തുടക്കം? ആരാണ് സഭയുടെ സ്ഥാപകൻ? സഭയുടെ പ്രത്യേക സിദ്ധിയും ക്യാരിസും എങ്ങനെയാണ് ഇന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്? പറയാം. ധന്യൻ വർഗീസ് പയ്യപ്പള്ളിയച്ഛനാണ് 1927 മാർച്ച് 19 ഞങ്ങളുടെ സന്യാസ സമൂഹം സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. പാവങ്ങളോട് വളരെ ആദരവും സ്നേഹവും ഉണ്ടാകുന്നതിന് കാരണമായ തിരുവചനം മാത്യു 25:40. എൻ്റെ ഏറ്റവും ഇളയ സഹോദരനിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനത്തിൽ നിന്നാണ്. അപ്പോൾ ആദ്യ നാളുകളിലൊക്കെ സഭ തുടങ്ങിക്കഴിഞ്ഞ് ഒരു സാമ്പത്തികമായി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. സഭ തുടങ്ങിക്കഴിഞ്ഞ് ഒപ്പം തന്നെ അഗതികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഒരു മന്ദിരവും ഒരു സ്ഥാപനവും അതോടൊപ്പം തന്നെ സ്ഥാപിച്ചു. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഈ സാമ്പത്തികമായി ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വല്യച്ഛൻ കണ്ടെത്തിയത്. ഒന്ന്, ധർമ്മപിരിവിന് പോവുക. വല്യച്ഛനും സഹോദരിമാരും കടകളിലും മാർക്കറ്റിലും വീടുകളിലും ഒക്കെ ധർമ്മം തേണ്ടിയാണ് അതിൽ നിന്ന് വീടുകളിൽ പോയി ഭിക്ഷ യാചിച്ചാണ് ഇവരെ ശുശ്രൂഷിച്ചിരുന്നത്. പിന്നെ രണ്ടാമത്തെ മാർഗം, അന്ന് ഞങ്ങളുടെ ഫൗണ്ടർ ആലുവ സെൻറ് മേരി സ്കൂളിൻ്റെ മാനേജരായിരുന്നു. ആ സ്കൂളിൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള നെല്ല് കുത്തുന്ന ജോലി കൂടി സിസ്റ്റേഴ്സിന് കൊടുത്തു. അപ്പോൾ അത് കുത്തി കിട്ടുന്ന വരുമാനവും ഇവരെ നോക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണ് സഭയുടെ തുടക്കവും മുമ്പോട്ട് കൊണ്ടുപോയത്. അതായത് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു തുടക്കമായിരുന്നു അല്ലേ? അതെ. പിന്നീട് സഭയുടെ ഒരു നിർണായകമായ വഴിത്തിരിവ് എന്തായിരുന്നു? പിന്നീട് സഭ വല്യച്ഛൻ 2 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു. സ്ഥാപിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ വല്യച്ഛൻ മരിച്ചു. അതിനുശേഷം ഫാദർ ജോർജ് വെല്ലിയാറമ്പത്തച്ഛനെ ഇതിന് ഡയറക്ടറായി വന്നു. പക്ഷേ സഭയുടെ ചൈതന്യത്തിന് ഒരു വ്യത്യാസവും വരുത്താതെ വെല്ലിയാറമ്പത്തച്ഛൻ സഭയെ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു മാഹാത്മ്യം. 42 വർഷത്തോളം വെല്ലിയാറമ്പത്ത് വല്യച്ഛൻ സഭയെ നോക്കി. ആദ്യത്തെ ഫൗണ്ടർ 2 വർഷമേ ഉണ്ടായുള്ളൂ. സഭയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഘടനാപരമായ രൂപം കൊടുത്തത് വെല്ലിയാറമ്പത്ത് വല്യച്ഛനാണ്. പക്ഷേ കാരിസം ഇന്നും യാതൊരു വ്യത്യാസവും വരാതെ ജീവിക്കാൻ വെല്ലിയാറമ്പത്ത് വല്യച്ഛൻ സഭാംഗങ്ങളെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിദ്ധി കാരണം അത് അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകാവുന്നതുമല്ല അല്ലേ? പാവങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രത്യേകിച്ചും ഈ
സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ടിൻ്റെ പല ഭവനങ്ങളും ഇത്രയും വർഷങ്ങൾക്കിടയിൽ സന്ദർശിച്ച വഴികളിലൊക്കെ ഒരു അപാരമായ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ആത്മസമർപ്പണം ഇവരോട് ഈ സിസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റേഴ്സിലും തന്നെ അത് കാണുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ ഒരു പരിശീലന കാലഘട്ടങ്ങളിൽ ഈ പാവപ്പെട്ടവരോടുള്ള ഈ ഒരു സമീപനത്തിന് ഒരു പരിധികളില്ലാത്ത ഈ ഒരു സ്നേഹ വായ്പ അവർക്ക് നൽകുവാൻ എങ്ങനെയാണ് നിങ്ങൾ പരിശീലിപ്പിക്കപ്പെടുന്നത്? ഇപ്പം ക്യാമ്പൊക്കെ നടത്തുമ്പോൾ തന്നെ വൊക്കേഷൻ ടൂർ നടത്തുമ്പോൾ തന്നെ ഞങ്ങൾ കുട്ടികളോട് പറയും ഞങ്ങളുടെ കാരിസം എന്താണെന്ന്. സ്കൂളിൽ പഠിപ്പിക്കാനാണെന്നോ അല്ലെങ്കിൽ ടീച്ചറാക്കാനാണെന്നോ ഒരു പ്രോമിസ് അവർക്ക് കൊടുക്കാറില്ല. ഞങ്ങളുടെ മെയിൻ കാരിസം പാവങ്ങളെ നോക്കുക എന്നുള്ളത് അവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കുട്ടികൾ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഫോർമേഷൻ ഹൗസുകളിലെല്ലാം അത് ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പ്രത്യേകിച്ച് കാൻഡിഡസി, ആസ്പിറൻസി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കുട്ടികളെ ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമിൽ ജോലി ചെയ്ത് അവരിൽ ഈശോയെ കണ്ട് അവരെ സ്നേഹിക്കാനുള്ള ഒരു പരിശീലനം കുഞ്ഞുനാൾ മുതലേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തി ഞങ്ങളൊക്കെ ഇപ്പോൾ എവിടെയൊക്കെ ജോലി ചെയ്താലും 10 വർഷം സ്കൂളിൽ പ്രിൻസിപ്പളാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് 1 വർഷം ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമിൽ ജോലി ചെയ്യണമെന്നുള്ളതാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് സ്കൂളുകളിലോട് അങ്ങനെ ഇതുണ്ടായിരുന്നു, പിന്നീട് നിങ്ങൾ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്? സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഹോസ്പിറ്റലുകളും ഉണ്ട്. ആലുവ നിർമ്മല സ്കൂളുണ്ട്, ഏറ്റവും മികച്ച സ്കൂളുകളിലാണ്. നല്ല സ്കൂളാണ്. നിരവധി ഒത്തിരി സ്കൂളുകൾ SD സഭയ്ക്കില്ല. അതേസമയം തന്നെ സ്പെഷ്യൽ സ്കൂളുകളും കെയർ ഹോമുകളും പരിപാലനാ ഭവനങ്ങളും ഒക്കെ ധാരാളമുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട SD സന്യാസ സമൂഹത്തിൻ്റെ ഒരു ഭവനമാണല്ലോ ചങ്ങനാശ്ശേരിയിലെ മേഴ്സി ഹോം. സിസ്റ്ററിൻ്റെ വ്യക്തിപരമായ സമർപ്പണ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു കാരിസം എങ്ങനെയാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമായത്? സിസ്റ്റർ ഈ മേഖലയിൽ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഗാസിയാബാദിൽ. ഗാസിയാബാദിൽ ഞാനൊരു 10 വർഷത്തോളം ആയിരുന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ജീവൻധാര. ജീവൻധാര. ജമ്മുവിലും ഞങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ജീവൻധാര. അവിടെയും ഈ കുട്ടികളായിരുന്നു തുടക്കത്തിൽ. ഇപ്പം നമ്പർ കുറഞ്ഞിട്ടുണ്ട്. ശാരീരിക വൈകല്യമുള്ള സിസ്റ്റർ ഫിദേലിസിന്റെ ഒരു സ്വപ്നമായിരുന്നു. സിസ്റ്റർ ഫിദേലിസ് സെർവന്റ് ഓഫ് ഗോഡ് ആണ്. ഇപ്പം അവിടുത്തെ ഡയറക്ടറായിട്ടുള്ള സിസ്റ്റർ ജി സമരിയാണ് ഇപ്പോൾ അവിടെ നോക്കുന്നത്. സിസ്റ്റർ ഫിദേലിസ് ദേവദാസിയായി. സിസ്റ്റർ ഫിദേലിസിന്റെ ഒരു സ്വപ്നമായിരുന്നു. സിസ്റ്റർ ഫിദേലിസ് ഡൽഹിയിൽ വർഷങ്ങളായി ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് പെൺകുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ട. അപ്പോൾ അതിനൊരു വികലാംഗത കൂടി ഉണ്ടെങ്കിൽ അവരൊരിക്കലും ആ കുട്ടികളെ നോക്കൂല എന്ന് സിസ്റ്റർ ഫിദേലിസിന് നന്നായിട്ട് അറിയാമായിരുന്നു. അത് മനസ്സിലുള്ളത് കൊണ്ടായിരുന്നു ഇങ്ങനെ വികലാംഗ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണമെന്ന് സിസ്റ്റർ ഫിദേലിസ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വർഷങ്ങൾ പരിശ്രമിച്ച് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റർ ഫിദേലിസ് ആണ് അതിൻ്റെ സ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കുകയും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നത് പ്രൊവിൻസിൽ നിന്നാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ഞങ്ങൾ പ്രൊവിൻസ് ആയിട്ടില്ല, മിഷൻ പ്രൊവിൻസ് ആയിട്ടില്ല. അന്ന് സെൻറ്റ് മേരീസ് പ്രൊവിൻസിൻ്റെ അണ്ടറിലായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഫിദേലിസിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത്. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിള്ളേരെയൊക്കെ നമ്മൾ വീടുകളിൽ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ അവരൊരിക്കലും അവരെ വീടിൻ്റെ മൂലയിൽ കിടക്കുമായിരിക്കും വികലാംഗരായിട്ടുള്ള കുട്ടികൾ. ജമ്മുവിൽ ഞാനായിരിക്കുമ്പം ഈ പിള്ളേരെ കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക, ജമ്മുവിൽ ഈ വികലാംഗ കുട്ടികൾക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോടൊപ്പം ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡോക്ടേഴ്സൊന്നുമില്ല. 10-30 വർഷം മുമ്പ് ഡോക്ടേഴ്സൊന്നും ആവശ്യമില്ല, നേഴ്സസ് തന്നെയാണ് ഡെലിവറിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരു രാത്രിയിലൊക്കെ ഡെലിവറി കേസ് വരുമ്പോൾ നേഴ്സസിൻ്റെ കൂടെ ഞങ്ങളും പോവും ഈ കുഞ്ഞിനെ എടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു ദിവസം സിസ്റ്റർ കൊച്ചിനെ അംബ്ലിക്കൽ കോഡെല്ലാം കട്ട് ചെയ്ത് എൻ്റെ തന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ തുടയ്ക്കുക, കവർ ചെയ്യുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്ത് ചോദിച്ചാൽ. പക്ഷെ ഞാൻ വിചാരിച്ചതിന് എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മ ചോദിച്ച് എന്ത് കുട്ടിയാന്ന്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു പെൺകുട്ടി. അപ്പോൾ കഥം കറുതോ എന്ന് പറഞ്ഞു. അതിനെ തീർത്തേരെ സിസ്റ്ററെ തീർത്തേരെന്ന് അമ്മ പറയാ. കൈ കരച്ചിലിൻ്റെ മറ്റേ വേദനയുടെ ഡെലിവറി കഴിഞ്ഞതിൻ്റെ കരച്ചിലിൻ്റെ കൂടെ ഇതും കൂടി കരഞ്ഞുകൊണ്ട് പറയാം അതിനെ കഥം കറുതോ മുജനെ ചായേ. കാരണം അമ്മയ്ക്ക് മകനുണ്ടായ ആദ്യത്തെ കൊച്ച് ആൺകൊച്ചായിരിക്കും. അപ്പം ഭയങ്കര സങ്കടമായിരുന്നു ആ അമ്മയ്ക്ക്. അപ്പോൾ ഈ കുട്ടി ഒരു
ഹാൻഡിക്യാപ്ഡ് കുട്ടി കൂടി ആയാൽ പിന്നെ അവരൊട്ടും നോക്കൂല. അങ്ങനെ കുട്ടികളെ കൊല്ലാൻ പ്ലാൻ ചെയ്ത കഥകളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അറിയാം. ഈ കൊച്ചിനെ എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ പിന്നെ ആ സിസ്റ്ററിൻ്റെ ജോലിയാണ് അതിനെ പറഞ്ഞു മനസ്സിലാക്കി. ഒത്തിരി അവിടെ 2 ദിവസം കിടക്കുമല്ലോ, അപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ കൊടുത്തു വിടും. എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അതുപോലെ ഗാസിയാബാദിൽ തുടക്കത്തിലൊക്കെ ഞങ്ങൾ സൈക്കിളിന് യാത്ര ചെയ്ത് ഇങ്ങനെ കുട്ടികളുണ്ടെന്ന് അറിയുന്ന വീടുകളിലൊക്കെ ചെന്ന് നമ്മൾ പറയും. അപ്പോൾ അതുങ്ങൾക്ക് പെൺകുട്ടിയായതിൻ്റെ കേസൊന്ന് ഹാൻഡിക്യാപ്ഡ് ആയത് മൂലയിൽ ഇച്ചിരി ഭക്ഷണവും കൊടുത്ത് വിടും. അതുകൊണ്ട് തന്നെ ആരോഗ്യമൊന്നും ഇല്ലാതെ ഈ പോളിയോ ഒക്കെ പിടിപെടുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ പറയും ഇതിനെ പഠിപ്പിക്കാം, ഇവക്ക് ഫ്യൂച്ചർ ഉണ്ട്, പറഞ്ഞു വിട്, തും ലേലോ എന്ന് പറയും, നീ കൊണ്ടുപോക്കോ, നീ എന്തെങ്കിലും ചെയ്തോ. അങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പക്ഷേ പല കുഞ്ഞുങ്ങളെയും ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ പിന്നെ അവരെ വീണ്ടും പാരൻസിനെ കൊണ്ടുവന്നൊക്കെ ചെയ്യേണ്ട ഗതികേടാണ്. ചിലർ മാത്രം കൊണ്ടുവരും. പിന്നെ ഇവർ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. കാരണം ഇരുന്ന് ഇവിടെയൊക്കെ കൺട്രാക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കൺട്രാക്ചർ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സർജറി. കൊച്ചുങ്ങളിങ്ങനെ ഇരിക്കില്ല, മൂലയിലൊക്കെ കുത്തിയിരിക്കുമായിരിക്കില്ലേ. അപ്പം അതുങ്ങളുടെ ഇതൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടാവും. പിന്നെ ഇത് നിവരില്ല, കാലും കൈയും ഒന്നും, പോളിയോ പിടിച്ചത്. അപ്പോൾ അതവർ റിലീസ് ചെയ്യും ഡോക്ടേഴ്സ്, എന്നാലേ നമുക്ക് കാലിപ്പറൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ഇവരെ എടുത്തുകൊണ്ട് അന്നത്തെ കാലത്ത് ഇങ്ങനെ സെർവൻസ് ഒന്നുമില്ല, ഞങ്ങൾ തന്നെ ഒരു സിസ്റ്റർ ആനി എന്ന് പറഞ്ഞ തീക്ഷ്ണതയുള്ളൊരു മിഷണറി ഉണ്ട്. സിസ്റ്ററിൻ്റെ കൂടെയായിരുന്നു ഞാൻ. ഒരിക്കലും സിസ്റ്റർ ആനി 2 കുട്ടികളെ സ്റ്റാനി എടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ 3 വയസ്സുള്ളപ്പോഴൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് വരണേ. ഒരെണ്ണത്തിനെ ഞാനും എടുത്ത്, പിന്നെ ഒരു 4 പേര് ഇങ്ങനെ വോക്കറയിലും ക്രച്ചസയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങളുടെ പുറകെ ആശുപത്രി പോവുക. അപ്പോൾ ഒരു ലേഡി ഞങ്ങളോട് ചോദിക്കും, കഷ്ടം, നിങ്ങളുടെ 2 പേരുടെയും എല്ലാ പിള്ളേർക്കും ഈ ഗതികേടായോ. അവർക്ക് നമ്മളെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് അത്രയേ ഉള്ളൂ. അവർക്ക് ഭയങ്കര സങ്കടം. അങ്ങനെയാണ് അന്നത്തെ കാലം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ നമ്മുടെ 100 കണക്കിന് കുട്ടികൾ ഇങ്ങനെ തന്നെയാണ്. ഇതെന്ത് സംഭവിച്ചെന്ന് അത്ഭുതപ്പെടും അല്ലേ? അവർക്ക് അറിഞ്ഞുകൂടാ ഇത് നമ്മുടെ പിള്ളേരാണ്. അപ്പം അങ്ങനെ നമ്മൾ ആദ്യം അവരെ മൊബിലിറ്റി ശരിയാക്കിയ ശേഷം സ്കൂളിൽ അയക്കാൻ ശ്രമിക്കും. പിന്നത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രഗിളായിരുന്നു, സ്കൂളിൽ ആരും ഈ പിള്ളേരെ അഡ്മിറ്റ് ചെയ്യില്ല. ഒരു സ്കൂളുകാരും ഈ വികലാംഗരായ കുട്ടികളെ എടുക്കില്ല. അവർ പറയുന്ന ഈ ലങ്കടി ലോങ്കോ ക്യാക്കരെങ്കിൽ അവർ മോളിൽ കയറില്ല, അവരെ വലിച്ച് താഴെ കൊണ്ടുവരിക, ടോയ്ലറ്റിൽ പോയതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ എടുക്കില്ല. പിന്നെ ആകെ ആളുകളിലെടുത്തത് ബംബീന സിസ്റ്റേഴ്സിൻ്റെ ഹോളി ചൈൽഡ് സ്കൂൾ ഉണ്ടായിരുന്നു ഗാസിയാബാദിൽ. അവർ ഒരു മടിയും പറയാതെ ഇന്ന് വരെ അവർ പിള്ളേരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹോളി ചൈൽഡ് സ്കൂൾ. അത് പിന്നെ സാവധാനം കുറച്ചൊക്കെ ഇച്ചിരിയൊക്കെ നടക്കാൻ പറ്റുന്നവരെയൊക്കെ നമ്മൾ മറ്റു സ്കൂളുകളിൽ പ്ലീഡ് ചെയ്തൊക്കെ അഡ്മിഷൻ എടുത്ത് അങ്ങനെ അവർ പഠിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇതിനൊക്കെ പുറമെ അവർക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. പേഴ്സണലായിട്ട് അവരെ നമ്മൾ മീറ്റ് ചെയ്ത് എന്തായാലും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾ ഹം കിസിസെ കം നെയ്യേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരുടെയും പിറകിലല്ല എന്നുള്ളൊരു ബോധ്യം അവരുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതലേ കയറ്റാൻ സിസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് ഈ മക്കളുടെ മനസ്സ്, ഇവർക്ക് ബൗദ്ധികമായ വെല്ലുവിളികളില്ല, ഇവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം, ഇവർക്ക് നല്ല കാഴ്ചയുണ്ട്. അപ്പം ഇവരുടെ ശരീരത്തിൻ്റെ ഈ വൈകല്യം ഇവർ കണ്ടു വളരുകയാണ് അല്ലേ. അപ്പം മറ്റുള്ളവരുടെ ആ ഒരു നിറവും ഇവരുടെ ഈ ഒരു കുറവും ഇത് ഈ മക്കളുടെ പ്രത്യേകിച്ച് അഡോളസൻസിലേക്കൊക്കെ വരുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങളൊരു സെൽഫ് അവെയർനെസ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ ആ ഒരു വേദന നിങ്ങൾ പരിഹരിക്കുന്നത്? എങ്ങനെയാണ് അത് അവരോട് ഇപ്പം ഞങ്ങളല്ലേ പേരൻസ് അല്ലല്ലോ, ഞങ്ങളല്ലേ എല്ലാ നേരവും കൂടെയായിരിക്കുന്നത്. അവർക്ക് ശരീരം ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ജീവിക്കുന്നതിന് ഈ ശരീരമില്ലേലും ഈ മനസ്സും ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ സാധ്യമാണെന്നുള്ളൊരു ബോധ്യം കുഞ്ഞുനാളുകളെ മുതലേ ഞങ്ങൾ അവരുടെ മനസ്സിൽ കയറ്റി കൊടുക്കും. അവരുടെ ചിലർക്ക് വരയ്ക്കാനുള്ള കഴിവുകൾ അതൊക്കെ നമ്മൾ വരച്ച് മറ്റുള്ളവർ വരുമ്പോൾ അത് കാണിക്കുന്നു, അവർക്ക് കൊടുക്കുന്നു, അവരിത് സമ്മാനമായിട്ട് സ്വീകരിക്കുന്നു. അതൊക്കെ അവർക്ക് നല്ല പാട്ടുകാരുണ്ട്. ഇന്ന് ഒത്തിരി പേര് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ സെക്രട്ടേറിയൽ കോഴ്സുകൾ മാത്രമേ ചെയ്യുള്ളായിരുന്നു. കാരണം നമുക്ക് അറിഞ്ഞുകൂടെ ഇവരൊക്കെ പിക്കപ്പ് ചെയ്യുമെന്നുള്ള. അപ്പോൾ ഒത്തിരി പേര് സെക്രട്ടേറിയൽ കോഴ്സ് കഴിഞ്ഞ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഒരാൾ MBBS കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ക്രച്ചസ് വിളിച്ചൊക്കെ നടക്കുന്നത്, പക്ഷേ MBBS കഴിഞ്ഞിട്ടുണ്ട്. അയാൾ ഇപ്പം MBBS കഴിഞ്ഞു എന്ന് പറഞ്ഞ കുട്ടി
ആൺകുട്ടിയോ പെൺകുട്ടിയോ? പെൺകുട്ടി, എല്ലാവരും പെൺകുട്ടികളാണ്. എവിടെ പഠിച്ച? അവള് മദ്രാസിലാണ് MBBS കഴിഞ്ഞു. ഡൽഹി ജീവൻധാരയിലാണ് അത് ജീവൻധാരയിലായിരുന്നു. അവള് വന്നപ്പോഴുള്ള അവളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? വന്നപ്പോ നമ്മളെ ഓപ്പറേഷൻ ചെയ്തതല്ല, രണ്ട് കാലം ഏത് അവസ്ഥയിലാണ് വീട്ടിൽ നിന്ന് കിട്ടുന്നത്? ഇങ്ങനെ നിരങ്ങി നടന്നുകൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു. നിലത്തൂടെ ഇഴഞ്ഞു നടന്നിരുന്ന അവസ്ഥ. അതായത് അവൾക്ക് അരയ്ക്ക് താഴേക്ക് അരയ്ക്ക് താഴേക്കും ഇല്ല. പിന്നെ പുറകിൽ ഇങ്ങനെ സ്കോളിയോസിസ് എന്ന് പറഞ്ഞൊരു സാധനം ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മുഴയില്ലേ, അത് കൂന്, അതുകൊണ്ട്. പക്ഷെ അവളുടെയൊക്കെ മനസ്സിൽ ഭയങ്കര, ഞാൻ പറഞ്ഞു നീ ഡോക്ടർ പണിക്ക് പോകാതെ അഡ്വക്കേറ്റ് ആകാൻ പോകും, അതായിരിക്കും ഇച്ചിരി കൂടി നല്ലത്, നല്ല നാവൊക്കെ ഉള്ള കാരണം. പക്ഷെ അവൾ എന്നെ ചലഞ്ച് ചെയ്തേക്കും. ഞാൻ ഒരിക്കൽ ഡോക്ടർ ഐസിസിനെ കാണിച്ചു തരും. കഴിഞ്ഞ 2 മാസമായിട്ടുണ്ടാവും. കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചു, സിസ്റ്റർ അക്കംപ്ലീഷ്ഡ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാ ഞാൻ പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി. പ്രിയപ്പെട്ട സഹോദരിയുടെ കുടുംബ പശ്ചാത്തലവും ദൈവവിളിയുടെ ആ ഒരു കാരണമൊക്കെ ഒന്ന് വിശദീകരിക്കുക നമ്മുടെ പ്രേക്ഷകർക്ക്. എൻ്റെ വീട്ടില് ചാച്ചനുണ്ട്. അമ്മച്ചി 2011 ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. പിന്നെ ഞങ്ങൾ 5 മക്കളാണ്, 4 പെണ്ണും 1 ആണും. ഞാൻ മൂത്തത്. രണ്ടാമത്തെ ഒരു സിസ്റ്ററാണ്, FCC സഭയിൽ രാജസ്ഥാനിൽ ഒരു നേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എന്താണ് അനിയത്തിയുടെ പേര്? ടെസ്സി. FCC സിസ്റ്റർ ടെസ്സി. രാജസ്ഥാനിലായിട്ട് എത്ര വർഷമായി? മാനന്തവാടി പ്രൊവിൻസാണ്. രാജസ്ഥാനിലേക്ക് 3 വർഷത്തേക്ക് അവർ ചോദിച്ചു കൊണ്ടുപോയിരുന്നതാണ്. അടുത്തയാള് മേഴ്സി അനിയത്തി. അവള് തമിഴ്നാട്ടിലെ നീലഗിരീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സെറ്റിൽഡ്. മൂന്നാമത്തെ അനിയത്തി ബിനു, അവൾ കോഴിക്കോട് കുളത്തുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അനിയൻ ഏറ്റവും ഇളയത് ബ്രദറ് സൗദിയിലാണ്. 3 പിള്ളേരും നാത്തൂനും ചാച്ചനും വീട്ടിൽ. ഇതാണ് എൻ്റെ കുടുംബം. ദൈവവിളിയുടെ കാരണങ്ങൾ എന്തായിരുന്നു? എന്താണ് ഈ ഒരു ജീവിതം തമ്പുരാന് കൊടുക്കാനായിട്ട് പ്രചോദിപ്പിച്ച കാര്യം? എൻ്റെ ദൈവവിളിയെ കുറിച്ച് ഓർക്കുമ്പം SD-യിലേക്ക് ഞാൻ ഇന്ന് SD-യിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ SD-യിലാവണമെങ്കിൽ എന്തായാലും ഒരു കരുണയുടെ ഭാവവും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ പറ്റുള്ളൂ. SD-യിൽ ജീവിക്കാൻ പറ്റും. പണ്ടത് തീരെ ഇല്ലായിരുന്നു എന്നാണ്? അല്ല, അതുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മച്ചിയാണ്. എൻ്റെ അമ്മയിൽ നിന്നാണ് എനിക്കത് കിട്ടിയേക്കണേന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മയ്ക്ക് എപ്പോഴും പാവങ്ങളോട് ഭയങ്കര കരുണയാണ്, വളരെ സ്നേഹം. ജോലിക്ക് വരുന്നവരുടെ ദുഃഖങ്ങളൊക്കെ ഇരുന്ന് കേൾക്കുന്നതും, ഒരിക്കലും വേദനിക്കുന്നവരോട് അവരെ കൂടുതൽ വേദനയിലേക്ക് നയിക്കുന്ന വിധത്തിലൊന്നും അമ്മച്ചി സംസാരിക്കാറില്ല. എപ്പോഴും അവരോട് കരുണയോട് പെരുമാറി, അതൊക്കെ എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. പക്ഷേ ചെറുപ്പത്തിലെ സിസ്റ്റർ ആണോ എന്നുള്ള അങ്ങനത്തെ ചിന്തകളൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ 10ാം ക്ലാസ്സിലായപ്പം ഇങ്ങനെയൊരു തീരുമാനം എടുക്കണമെന്ന് എനിക്ക് തോന്നി. വീട്ടിൽ പറഞ്ഞപ്പം ചാച്ചൻ എപ്പോഴും കൺസൾട്ട് ചെയ്യുന്ന ചാച്ചൻ്റെ ചേട്ടനുമായിട്ടാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു FCC അല്ലാതെ വേറൊരു സഭയിലും പോണ പരിപാടിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞു നോക്കി, എനിക്കിങ്ങനെ പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന സഭയിൽ പോകണം. അപ്പോൾ ആരും കേൾക്കണ പരിപാടിയില്ല, FCC എന്ന് തന്നെ പറഞ്ഞ കാരണം ഞാൻ പിന്നെ അതങ്ങ് വേണ്ടെന്ന് വെച്ച്. ഇവിടെ FCC അല്ലാതെ വേറെ ഒന്നും വിലപ്പോവില്ല എന്ന് മനസ്സിലായ കാരണം ചാച്ചൻ്റെ ചേട്ടൻ്റെ മകൾ FCCയിലുണ്ട്. അപ്പോൾ കാരണം വേണ്ടെന്ന് വെച്ച് ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയി. മകളുടെ അപ്പനോട് തന്നെയാണ് അഭിപ്രായം ചോദിക്കണേ. അപ്പോൾ ഒരു FCCക്ക് അപ്പുറം വേറെ ഒന്നും ചിന്തിക്കണില്ല. അപ്പം ഞാൻ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ആ ആഴ്ചയിൽ അമ്മച്ചിയുടെ വീടിനടുത്തുള്ള ചോക്കാട് പാരീഷിൽ നിന്ന് സിസ്റ്റേഴ്സ് ഞങ്ങളുടെ പാരീഷിൽ വന്ന് കുറച്ച് പിള്ളേരെ കൊണ്ടുപോകാനായിട്ട് ഒരുക്കി. 21 പിള്ളേരെ. അപ്പോൾ 10ാം ക്ലാസ്സിലെ പിള്ളേരെ. അപ്പോൾ ആ സിസ്റ്റേഴ്സ് പറഞ്ഞു ഒരു മൂത്തൊരു കുട്ടി ഇവരുടെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിന് വിളിച്ച്. അപ്പം ഞാൻ ഓർത്ത് അമ്മച്ചിരി വീടിൻ്റെ അടുത്തല്ലേ പൊക്കളയാന്ന് ഓർത്ത് ഞാൻ മൂത്ത ആളായിട്ട് ഇവരുടെ കൂടെ പോയി. ക്യാമ്പിന്. അവിടെ 3 ദിവസത്തെ ക്യാമ്പുണ്ടായി. പെൺകുട്ടികൾ കൊണ്ട് അടുത്ത വേറൊരു ഇടവകയിലേക്ക് അവിടെ ക്യാമ്പ് നടത്താനായിട്ട് സിസ്റ്റേഴ്സ് കൊണ്ടുപോകും. SD സിസ്റ്റേഴ്സെ കൊണ്ടുപോയി. എനിക്കിവരെ കുറിച്ച് പരിചയമൊന്നുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. എന്നിട്ട് അവിടെ ചെന്ന് ഈ പിള്ളേരെ ഞാൻ അവിടെ ആക്കിയിട്ട് ഞാൻ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ ചുറ്റിക്കറങ്ങി 3ാം ദിവസം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു ഇതിൽ നിന്ന് ഒരു 10 പിള്ളേരെയും കൊണ്ട് ചുണങ്ങമ്പേലിക്ക് പോകണം. അപ്പം എന്നോട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചാച്ചൻ പറഞ്ഞു ഈ നാട്ടിൽ വേറെ പിള്ളേരൊന്നുമില്ല, ഈ സെല്ലിനെ തന്നെ കൊണ്ടുപോകണേ, എന്തിനാ വിടണില്ല എന്ന് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു. എന്നാലും സിസ്റ്റേഴ്സ് വളരെ നിർബന്ധപൂർവ്വം വേറെ മൂത്ത പിള്ളേരില്ലല്ലോ, ഒന്നും സംഭവിക്കില്ല, അങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ ചെന്നവന് എനിക്ക് കറങ്ങി നടക്കാനൊന്നും സ്ഥലം ഉണ്ടായില്ല. ക്ലാസ്സുകളൊക്കെ ഞാൻ കേട്ടെങ്കിലും എനിക്ക് ക്ലാസ്സുകളൊന്നും ഓർമ്മയില്ല.
പക്ഷേ 2 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തെ വളരെ ആഴത്തിൽ സ്പർശിച്ചു. ഒന്ന്, അവിടെയുള്ള ശുശ്രൂഷ. ഇന്നത്തെ പോലത്തെ അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒന്നുമില്ല, ടോയ്ലറ്റ് അല്ല, ഈ ചേംബർ പോട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഈ സ്റ്റൂളേൽ കുഴിയുള്ള ഒരു സാധനം, അതിനകത്താണ് അപ്പാപ്പന്മാരും അമ്മാമ്മമാരും എല്ലാം ടോയ്ലറ്റൊക്കെ ചെയ്ത് വെക്കുന്നത്. അതെല്ലാം എടുത്തു കളയുന്നത് സിസ്റ്റേഴ്സ്. കുർബാന കഴിഞ്ഞ ഉടനെ സുപ്പീരിയേഴ്സ് അടക്കം എല്ലാവരും ഓടി വന്ന് വാർഡിൽ നിന്ന് ഇതെടുത്തു കൊണ്ടുപോയി കളയൽ, കഴുകൽ, ബെഡ്സോറൊക്കെ ആയിട്ട് കിടക്കുന്നവരെ ക്ലീൻ ചെയ്ത് സ്വന്തം പോലെ നോക്കുന്ന കാഴ്ച ഞാൻ ഓർത്ത്, ഞാൻ ആഗ്രഹിച്ച സംഭവമാണല്ലോ. എൻ്റെ ഉള്ളിങ്ങനെ പറയുന്നത് പോലെ എനിക്കിങ്ങനെ തോന്നുമായിരുന്നു, ഐ വാണ്ട് യു ടു ബി ഹിയർ എന്ന് ഈശോ എന്നോട് പറയണത് പോലെ എനിക്ക് ശക്തമായിട്ട് തോന്നുമായിരുന്നു, നീ ഇവിടെ ആയിരിക്കണം എന്നുള്ളത്. പിന്നത്തെ വേറൊരു കാര്യം, സിസ്റ്റേഴ്സിൻ്റെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം. ചുമ്മാ ചിരിക്കണമല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു ഇന്നർ ജോയ് ഇല്ലേ, ആന്തരിക ആനന്ദം, അതവരുടെ മുഖത്ത് ഞാനത് ശരിക്കും കണ്ടു. ഞാൻ എന്നിട്ട് റിലീജിയസ് ലൈഫ് എന്നൊക്കെ എഴുതി കൊടുത്ത് തിരിച്ചു വന്നു. വീട്ടിൽ പറഞ്ഞു, വീട്ടിലെത്തിയപ്പോഴേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു, ഈ 10 പിള്ളേരും എഴുതിയിട്ടില്ല, അവിടെ വന്ന് കണ്ടത് അവർ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ആകെ കൂട്ടിന് പോയേ എനിക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്നും ഓർക്കും, എന്നെ ഈ SD-യിലൊന്ന് എത്തിക്കാനായിട്ട് ദൈവം കണ്ടുപിടിച്ച വഴികൾ വളരെ ആഘോഷമായിരുന്നു എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. വീട്ടിൽ വന്ന് പറഞ്ഞപ്പം ചാച്ചൻ പിന്നെയും പേരപ്പൻ്റെ അടുത്ത് തന്നപ്പം പേരപ്പൻ ഇത് തന്നെ, പേരപ്പൻ അപ്പോൾ SD-യെക്കുറിച്ചൊക്കെ കൃത്യം അറിയാം. വളരെ മോശമായിട്ട് ഞങ്ങളുടെ SD-യെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, അവരെ ഈ അപ്പാപ്പന്മാരെയൊക്കെ നോക്കണം, അവരെത്ര നാൾ ഇവിടെ അപ്പാപ്പന്മാരെ നോക്കും. പിന്നെ മാത്രമല്ല ഫ്യൂച്ചറൊന്നും സേഫ് അല്ല അവിടെ. പേരപ്പൻ്റെ മോള് കോളേജിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പേരപ്പൻ ആ വിധത്തിലൊക്കെ ചിന്തിക്കുന്ന ഫ്യൂച്ചർ സേഫ് അല്ലടാ, വിടുകയേ വേണ്ട. പിന്നെ രണ്ടാമത് നെല്ലുകുത്തുമടമെന്നാണ് അത് പറയണത്. നേരത്തെ നെല്ലുകുത്തിയാണ്, അതൊക്കെ ഞാൻ പിന്നീട് ഇതൊക്കെ അറിയണത്, ഇങ്ങനെ നെല്ലുകുത്തുമടം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നെല്ലിനിട്ടാ കുത്തുന്നത്. അപ്പൊ ചാച്ചൻ പറയണത് നെല്ല് കുത്തണ്ടി വരുമെന്ന് ഞാൻ. അപ്പോൾ അവിടെ പോയി നെല്ല് കുത്തലും ഈ 2 പനിയായിരിക്കും, അതുകൊണ്ട് വിടണ്ടെന്ന് ശക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് നെല്ല് കുത്തുമടം എന്നൊക്കെ കേട്ടപ്പോൾ അന്ന് അറിയാൻ പാടില്ലല്ലോ, ഭയങ്കര ഒരു വിഷമമൊക്കെ വന്നു. ഇങ്ങനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അവിടെ നെല്ല് കുത്തണേന്നൊക്കെ പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. എന്നോട് പറഞ്ഞു, ഞാൻ പിന്നെ ജീവിതത്തിൽ ഇന്നുവരെ നെല്ല് കുത്തിയിട്ടുമില്ല, അവിടെ ചെന്നിട്ട് വല്ല പണിയും ചെയ്യേണ്ടി വന്നാലോ എന്നുള്ളൊരു വിഷമം അല്ലേ? പണിയൊക്കെ ചെയ്തിട്ടുണ്ട് നെല്ല്. അപ്പം അങ്ങനെ വളരെ, പക്ഷെ ഇന്ന് ഞാൻ അത് കഴിഞ്ഞ് വളരെ വഴക്കൊക്കെ കൂടി പിണങ്ങി ചാച്ചൻ പറഞ്ഞു, ഭാരതപ്പുഴയ്ക്ക് ഇപ്പുറം കടന്നേക്കരുതെന്ന് പറഞ്ഞു, പോയിട്ടുണ്ടെങ്കിൽ ഈ മഠത്തിൽ പോയിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാരതപ്പുഴയും കൂടി ഉണ്ടെന്ന് അന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ആലുവയ്ക്കും ഈ മലപ്പുറത്തിന്റെ ഞങ്ങളുടെ സ്ഥലത്തിനും ഇടയ്ക്ക് ഒരു പുഴയുണ്ട്, തലഞ്ഞി ഇടവക. CMC ഉണ്ട്, വേറെ കോൺഗ്രിഗേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഭാരതപ്പുഴ കഴിഞ്ഞാണ് അതിനിപ്പുറം കടന്നേക്കരുത്, എന്നാലും വേണ്ടില്ല പോകാന്ന് ഓർത്ത്. ഞാൻ ആദ്യം വിചാരിച്ചനി സത്യമായിരിക്കും പറയണേന്ന്, തിരിച്ചനി ഒരിക്കലും വീട്ടിലെടുക്കില്ലായിരിക്കും എന്ന് അത്രയും ശക്തമായിട്ട് പറഞ്ഞു. പിന്നെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഒരിക്കൽ പോലും ഞാനൊരു അസ്ഥാനത്താണെന്നോ ഞാൻ എത്തേണ്ടടുത്ത് എത്തി എന്നുള്ള ഒരു ഭാരതപ്പുഴ കടക്കാൻ തോന്നിയില്ല തിരിച്ചു വരാൻ. അങ്ങനെ ഈ ഈ 2 കാര്യങ്ങൾ എൻ്റെ അപ്പം പറഞ്ഞത് എനിക്ക് അറിയേണ്ടത്. പിന്നെ നെല്ല് കുത്തിയോ എന്നുള്ള കാര്യമാണ്. നെല്ല് കുത്തി ഇതൊക്കെ അത് പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെ ആദ്യകാല സഹോദരിമാര്, ഞങ്ങളുടെ കാലത്തൊന്നും നെല്ല് കുത്തില്ല. പക്ഷേ ഉണ്ടല്ലോ വെച്ചാ ഈ 2 കാര്യങ്ങളും ഇന്നും സഭ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അന്ന് കഷ്ടപ്പെട്ടാണ് അഗതി മക്കളെ നോക്കിയത്. ഇന്ന് ഞങ്ങളുടെ സഹോദരിമാർ അച്ഛൻ പറഞ്ഞതുപോലെ 13 രാജ്യങ്ങളിൽ 12,000 സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പലരും ഡോക്ടേഴ്സും അഡ്വക്കേറ്റ്സും പിന്നെ സ്ലമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന പാവങ്ങൾക്ക് വേണ്ടി MSW കഴിഞ്ഞ സിസ്റ്റേഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ടീച്ചേഴ്സ്, ഇവരെല്ലാം വർക്ക് ചെയ്ത് തന്നെയാണ് ഞങ്ങളുടെ അഗതികളായ മക്കളെ നോക്കുന്നത്. അതുകൊണ്ട് ഈ നെല്ല് കുത്തുന്ന അന്ന് അവർ നെല്ല് കുത്തി കഷ്ടപ്പെട്ടു, ഇന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അല്ലെ, ഒത്തിരി എല്ലാ സ്ഥലങ്ങളിലും തന്നെ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് എറണാകുളത്ത് ഉദയാക്കോളിനി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ വളരെ നിർണായകമായ ഇടപെടലുകളിലൂടെ ഒത്തിരിയേറെ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ തൊടുപുഴയില് നമ്മുടെ കാർമൽ ഫുഡ് കോൺവെന്റ്, നമ്മുടെ SD സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ് ഞാൻ പോകുന്നുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ ശാരീരിക വൈകല്യമുള്ള, മാനസിക വൈകല്യമുള്ള മക്കളെയാണ് അവിടെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഹൃദ്യമായ മനുഷ്യത്വത്തിൻ്റെ ഒരു വിതരണമാണ്. മനുഷ്യത്വം വാരി വിളമ്പുകയാണ് സത്യത്തിൽ നിങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലും, അല്ലേ?
ഈ ഇവിടെ താമസിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള റിലേഷനെ പറ്റി എന്ത് തോന്നുന്നു? നമ്മുടെ ശാരീരിക വൈകല്യമുള്ളവർ ഒരുമിച്ച് താമസിക്കുകയാണ്, അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അവര് നമ്മൾ വീട്ടിൽ കുട്ടികൾ വഴക്കുണ്ടാക്കില്ലേ, അതുപോലെയൊക്കെ കുഞ്ഞു വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ അവരുടെ ഇടയ്ക്കുള്ളത് കൊണ്ട് അതൊക്കെ മാന്യമായ രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാൻ അവരെ നമ്മൾ പഠിപ്പിക്കും. പിന്നെ ഈ കുട്ടികളിൽ ഇപ്പം ഞാൻ ഗാസിയാബാദിലെ പിള്ളേരുടെ കാര്യം പറയണേ, അവരിൽ കുറേ പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്ന് സന്തോഷത്തോടു കൂടി ഓർക്കാൻ പറ്റുന്നൊരു കാര്യം, ഇവരാരും ഡിവോഴ്സ് ചെയ്ത് പോയിട്ടില്ല. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്നും അവർ ഓടിയെത്തുന്നത് ജീവൻധാരയിലേക്ക് വരാറുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു പോയാലും ക്രിസ്മസിനും ഈസ്റ്ററിലും വരുന്നു. പലരും ഇന്നും എന്നെ വിളിക്കുന്നു. ഞാനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ്. ഇന്നും അവരെന്നെ വിളിക്കുന്നു, പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. പക്ഷെ അവർ പറയണത്, ഞങ്ങൾ ജീവിതം മുഴുവൻ ശരീരത്തോട് മല്ലടിച്ചു, ലോകത്തോട് മല്ലടിച്ച്, ഇനി ഇവനോട് മല്ലടിക്കാനാണ് പ്രയാസം. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഞങ്ങൾ ജീവിക്കും. ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യർക്ക് വിതരണം ചെയ്യുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു ജീവിത ശൈലിയാണ് കത്തോലിക്ക സഭയുടെ സന്യാസ ജീവിതം എന്ന് സ്വന്തം സഭയുടെ വിഷനും മിഷനും ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് വെളിപ്പെടുത്തുകയായിരുന്നു പ്രിയപ്പെട്ട സിസ്റ്റർ സെലിൻ. സ്വന്തം ജീവിതവും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ചേർന്ന രീതിയിൽ വളർത്തിയെടുത്ത് ഒരു യഥാർത്ഥ ക്രൈസ്തവ സന്യാസിനിയുടെ പ്രവർത്തന മേഖലകളാക്കി മാറ്റി ഈ സഹോദരി. ഇനിയും SD സന്യാസിനി സമൂഹത്തിൽ ഇതേപോലെ നൂറുകണക്കിന് സമർപ്പിതരാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിതം മനുഷ്യ നന്മയ്ക്കായി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ധന്യമായ ജീവിത ആവിഷ്കരണത്തിന് വേദിയാകുവാൻ ഗുഡ്നസ് ടിവിയുടെ സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ ഈ സമർപ്പിത ജീവിത അനുഭവ വിതരണ വേദി കാരണമായി സിസ്റ്റർ സെലിനും SD സന്യാസിനി സമൂഹത്തിനും ഇനിയും ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ സ്നേഹസുവിശേഷം വിതരണം ചെയ്യുവാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ധന്യമായ സമർപ്പിത ജീവിത സാക്ഷ്യവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. I love you, Jesus, more than anything. Nothing in this world can take your place. എന്നെ എല്ലാ തരത്തിലും വളർത്താൻ എൻ്റെ സഭ, എൻ്റെ സിസ്റ്റേഴ്സ്, അധികാരികൾ എല്ലാവരും, ബാച്ചുകാരും ഭയങ്കര പ്രോത്സാഹനമാണ്. ഞാൻ ഇറങ്ങാതെ ഇരിക്കുന്നതാണ് അവർക്ക് സങ്കടം. പദമലർ തേടി വരുവേൻ ശരേ മാതേ ശരണ്യേ താ